നമുക്ക് കാണിച്ചു തന്ന ആ പാതയിൽ സമസ്ത ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് കീഴിൽ ഉലമാക്കളുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് അവരൊക്കെ നമുക്ക് പകർന്നു തന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്നത്. മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ പദ്ധതിയിൽ കൂടിയാണ് ഓരോ സ്ഥാപനവും മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രയാസങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ അത് നന്മയുടെ വഴിയിൽ മാറ്റിയെടുക്കുവാനും ഒറ്റക്കെട്ടായി സമസ്ത ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് നമ്മുടെ ഓരോ ദീനീ സ്ഥാപനങ്ങളും വളരെ സജീവമാക്കിക്കൊണ്ട് സമൂഹത്തിന് നന്മ പകരുവാനും മുസ്ലിം സമുദായത്തിന് സുന്നത്ത് ജമാഅത്ത് ആശയാദർശം അടിയുറപ്പിച്ചെടുത്തുകൊണ്ട് ബദഈ പ്രസ്ഥാനങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും അധികം യുവാക്കളെ സ്വാധീനിക്കുന്ന നിരീശ്വര നിർബന്ധ ലിബറലിസത്തേക്ക് സമുദായത്തെ അത്തരം തിന്മകളുടെ വഴിയിലേക്ക് പോയവരെ മാറ്റിയെടുക്കുവാനും വിശുദ്ധ ദീനിൻ പിന്നെ ലീഗേറാണ് ഇതിലുള്ളതെന്നാണ് ഒരാരോപണം. പണ്ട് മുതലേ ഉള്ളതാണല്ലോ. ലീഗുകാർ പണ്ട് മുതലേ സമസ്തയിലുള്ളവരാണ്. ലീഗായതുകൊണ്ട് പോലെ സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തിയത്. സമസ്ത കേരള മുസ്ലിമീങ്ങളുടെ സർവതോമുഖമായ ഉത്കർഷത്തിനുള്ള സംഘടനയാണ്. മുസ്ലിമീങ്ങൾ മുസ്ലിം ലീഗിലൊക്കെ മുസ്ലിം അംഗമുണ്ടാകുക, അവർ സമസ്തൻ്റെ കൂടെ ഉണ്ട്. പണ്ട് മുതലേ ഉള്ളതാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, മർഹൂം പാണക്കാട് പൂക്കോയ തങ്ങൾ, ചാപ്പരങ്ങാടി ബാപ്പ മുസ്ലിയാർ കോഴിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പുള്ള ദുആ നിർവഹിച്ചത് ചാപ്പരങ്ങാടി ബാപ്പ മുസ്ലിയാരാണ്. പവിത്രനായിരുന്ന അത്തിപ്പറ്റ ഉസ്താദ് മുസ്ലിം ലീഗിന് വേണ്ടി ശക്തമായി ശബ്ദിച്ചിരുന്ന ആളാണ്. ആളുകളോടെ പറയുള്ളൂ, മുമ്പിൽ പ്രസംഗിക്കലില്ലാന്ന് മാത്രമേ ഉള്ളൂ. KV മുഹമ്മദ് മുസ്ലിയാരും KC ജമാലുദ്ദീൻ മുസ്ലിയാരും വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരായിരുന്നു. സമസ്തയിൽ വളരെ ഉന്നതമായ ശ്രേണിയിലുള്ളവരായിരുന്നു. അവർ മുസ്ലിം ലീഗുകാരായിരുന്നു. പരസ്യമായി പ്രസംഗിച്ചിരുന്നവരാണ് ലീഗിന് വേണ്ടി. മുസ്ലിമീങ്ങളുടെ ഈ ഐക്യം തകർക്കാൻ ഇവിടെ ചിലർ ചട്ടം കെട്ടി ഏർപ്പാടുകൾ സംവിധാനിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഗാന്ധിജിയെയും പിണറായിയെയും മറ്റു പലരെയും സ്വർഗത്തിൽ കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ഇവരുടെ ഗൂഢാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ